നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. KLCA സമ്പൂർണ്ണ നേതൃത്വ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് ഉയർത്തുന്ന പതാക ഗോവ ആർച്ച് ബിഷപ്പ് ആശീർവദിച്ചു. ആഗോള കത്തോലിക്ക സഭയിലും സമൂഹത്തിലും പരസ്പരം സ്നേഹത്തിന്റെ ഒരു ചെറിയ കണികയെങ്കിലും നൽകി യഥാർത്ഥ ആത്മായ ദൗത്യം നിറവേറ്റാൻ സാധിക്കട്ടെയെന്നും സമ്പൂർണ്ണ നേതൃസമ്മേളനം അതിന് വേദിയാകട്ടെയെന്നും കാർഡിനൽ ആശംസിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൈജു അറക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KRLCC ലൈറ്റി കമ്മീഷൻ സെക്രട്ടറി ഫാദർ ബെന്നി പൂത്തുറ, KLCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി കരുമാഞ്ചേരി ആമുഖ പ്രസംഗം നടത്തി. ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ AICU നാഷണൽ പ്രസിഡന്റ് ഏലിയാസ് വാസ്, കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ CCIയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ക്ലാര ഫെർണാണ്ടസ്, KLCA സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി തുടങ്ങിയ വിവിധ നേതാക്കൾ സംസാരിച്ചു. ഈ പതാകയുമായുള്ള സംസ്ഥാനതല പതാക പ്രയാണം കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിന് നൽകി കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. അൽമായ കർമ്മലീത്ത സഭ ഫ്രാൻസിസ്കൻ മൂന്നാം സഭ ഭാരവാഹികളുടെ സംഗമം വെള്ളയമ്പലത്ത് നടന്നു. അൽമായ ശുശ്രൂഷയിൽ ഭക്തസംഘടനാ അംഗങ്ങളുടെ ഉത്തരവാദിത്വത്തെയും കടമകളെയും കുറിച്ച് ശുശ്രൂഷ അസിസ്റ്റന്റ് ഡയറക്ടർ നിക്സൺ ലോപ്പസ് ക്ലാസ് നയിച്ചു. സഭയുടെ പ്രധാന ദൗത്യമായ സുവിശേഷവൽക്കരണത്തിൽ ഭക്തസംഘടനാ അംഗങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭക്തസംഘടനാ അംഗങ്ങൾ പ്രാർത്ഥനയുടെ വ്യക്തികളാകണമെന്ന് സഭാ അംഗങ്ങളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ച ശുശ്രൂഷ ആനിമേറ്റർ റവറൻ സിസ്റ്റർ ധന്യ പറഞ്ഞു. ഭക്തസംഘടനാ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മൂന്നാം സഭാംഗങ്ങൾക്ക് അതിരൂപതയുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും പ്രാധാന്യത്തെയും കുറിച്ച് ശുശ്രൂഷ ഡയറക്ടർ റവറൻ ഡോക്ടർ മൈക്കിൾ തോമസ് ക്ലാസ് എടുത്തു. ആഗതമാകുന്ന BCC ഇലക്ഷനിൽ ഭക്തസംഘടനാ അംഗങ്ങൾ സജീവമായി പങ്കുചേരണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നും 159 അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. പാളയം ഫറോനയിൽ ചൈൽഡ് പാർലമെന്റ് അംഗങ്ങൾ ശിശുദിനം ആഘോഷിച്ചു. ചൈൽഡ് പാർലമെന്റ് സ്പീക്കർ മാസ്റ്റർ അതുൽ ജോഷിയുടെ അധ്യക്ഷതയിൽ നടന്ന ശിശുദിനാചരണ പരിപാടികൾ അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ക്രിയേറ്റീവ് സ്കിൽ എന്നിവയെക്കുറിച്ച് ക്ലാസ് നൽകി. ക്വിസ് മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുടപ്പനക്കുന്ന്, വെള്ളയമ്പലം, പാളയം ഇടവകളിലെ ചൈൽഡ് പാർലമെന്റ് അംഗങ്ങൾക്ക് രൂപത ആരോഗ്യകാര്യ കോർഡിനേറ്റർ സിസ്റ്റർ സ്വപ്ന സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മാസ്റ്റർ അഭിരാജ് സ്വാഗതവും കുമാരി മറിയം കൃതജ്ഞതയും പറഞ്ഞു. ഫൊറോന ട്രഷറർ പ്രതീഷ്, ഫൊറോന ആനിമേറ്റർ റീന ആന്റണി, ചൈൽഡ് പാർലമെന്റ് വോളണ്ടിയർ ഡോക്ടർ ക്രിസ് ജോർജ്, അനിത രാജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ലഹരിക്കെതിരെ ഫ്രീഡം വാൾ പെയിന്റിംഗ് സംഘടിപ്പിച്ച് പാളയം ഫറോന സാമൂഹ്യ ശുശ്രൂഷ. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിൽ നിന്നും പുതിയ തലമുറയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രീഡം വാൾ പെയിന്റിംഗ് നടത്തി. നവംബർ 30 ശനിയാഴ്ച പാളയത്ത് നടന്ന പരിപാടി ഫറോന വികാരി മോൺസിഞ്ഞോർ വിൽഫ്രഡ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോസഫ്സ് കത്തീഡ്രലിന് സമീപത്തെ റോഡരികിൽ കുട്ടികൾ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഫ്രീഡം വാൾ ഒരുക്കി. ഫൊറോന സാമൂഹ്യ ശുശ്രൂഷ വൈസ് പ്രസിഡന്റ് മണിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ലഹരി വിരുദ്ധ കമ്മീഷൻ കോർഡിനേറ്റർ ആശംസകൾ അറിയിച്ചു. സാമൂഹ്യ ശുശ്രൂഷ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സ്റ്റാലിൻ ഫെർണാണ്ടസ്, ഫൊറോന ട്രഷറർ പ്രതീഷ്, ഫൊറോന ആനിമേറ്റർ റീന ആന്റണി, TSS സെക്രട്ടറി ഷാജി വിൻസെന്റ് എന്നിവർ സന്നിഹിതരായിരുന്നു. ലത്തീൻ സമുദായത്തിന് സാമൂഹ്യനീതി ലഭിക്കുന്നില്ല. ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. ഡിസംബർ 15 ലത്തീൻ കത്തോലിക്ക ദിനത്തിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാക KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിന് കൈമാറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യനീതിയിലൂടെ മാത്രമേ അടിസ്ഥാന വർഗത്തിന്റെ ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്താനാവുകയുള്ളൂ. ഒരു ഭാഗത്ത് ജാതി സെൻസസ് അകാരണമായി നീട്ടിക്കൊണ്ടുപോകുന്നു, മറുഭാഗത്ത് അനുവദിക്കപ്പെട്ട സംവരണത്തിൽ വെള്ളം ചേർക്കുന്നു. സാമൂഹ്യനീതിയുടെ പ്രകടമായ ലംഘനമാണിതെന്ന് ബിഷപ്പ് ഡോക്ടർ വടക്കുംതല പറഞ്ഞു. ലത്തീൻ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ KLCA മുന്നേറ്റം അനിവാര്യമാണെന്നും സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഭ എന്നും KLCAയുടെ കൂടെ ഉണ്ടാകുമെന്നും രൂപതാ സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പറഞ്ഞു. അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ബിജു ജോസി കരുമാഞ്ചേരി, രതീഷ് ആന്റണി, ജോൺ ബാബു, വിൻസി ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതുക്കുറിച്ചി ഫറോനയിൽ ചൈൽഡ് പാർലമെന്റ് കുട്ടികൾ ശിശുദിനം ആഘോഷിച്ചു. അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പള്ളിത്തുറ ഇടവക വികാരി ഫാദർ ബിനു അലക്സ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുന്നേറാം കരുത്തോടെ ജീവിക്കാം മികവോടെ എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ് വേണു പരമേശ്വർ നയിച്ചു. നവമാധ്യമങ്ങളിലൂടെയും
സാങ്കേതിക വിദ്യകളിലൂടെയും വചനാഭിമുഖ്യം വളർത്തുന്നതിനായി പരിശ്രമിക്കുന്ന മീഡിയ കമ്മീഷന്റെ പ്രവർത്തനം ശ്ലാഘനീയം. ബിഷപ്പ് ക്രിസ്തുദാസ്. ലോഗോസ് ക്വിസ് പഠന സഹായി 2025 പ്രകാശന കർമ്മവും 2024 വർഷത്തെ ലോഗോസ് ഗെയിം ആപ്പിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നൽകിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളയമ്പലത്ത് നടന്ന പ്രസ്തുത ചടങ്ങ് കൊല്ലം രൂപത എമിരിറ്റ്യൂസ് ബിഷപ്പ് സ്റ്റാൻലി റോമൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുവിനെ പിന്തുടരുന്ന നാം എല്ലാവരും വചനം വായിക്കുകയും ഗ്രഹിക്കുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴും തിരുവചനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള സമീപനം കൈക്കൊള്ളണമെന്ന് സ്റ്റാൻലി റോമൻ പിതാവ് ഓർമ്മിപ്പിച്ചു. കടൽമിഴി തീരദേശ കലകൾ അവതരിപ്പിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. കേരള സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പും ഭാരത് ഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കടൽമിഴി തീരദേശ സർഗയാത്രയോടനുബന്ധിച്ച് കേരളത്തിലെ തീരദേശവാസികളുടെ കലകൾ അവതരിപ്പിക്കുന്നതിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളായ അണ്ണാവിപ്പാട്ട്, പുത്തൻപാന, അമ്മാനപ്പാട്ട്, ദേവസ്തവിളി, പരിചമുട്ടുകളി, മാർഗംകളി, സ്ലാമകരോൾ, ചവിട്ടുനാടകം, പിച്ചപ്പാട്ട്, കടൽവഞ്ചിപ്പാട്ടുകൾ, മീൻപാട്ടുകൾ തുടങ്ങിയ കലാരൂപങ്ങൾ അറിയാവുന്നവർക്കാണ് മുൻഗണന. സാമൂഹ്യ ശുശ്രൂഷ തൂത്തൂർ ഫറോനയിൽ ഗ്രാമസഭ പങ്കാളിത്തവും പ്രാധാന്യവും ബോധവൽക്കരണ ക്ലാസ് നടത്തി. സാമൂഹ്യ ശുശ്രൂഷ സമിതി തൂത്തൂർ ഫറോന ഗ്രാമസഭ പങ്കാളിത്തവും പ്രാധാന്യവും ജനങ്ങൾക്ക് അവബോധം നൽകി പഞ്ചായത്ത് പദ്ധതികൾ പങ്കാളികളാകുക എന്ന ലക്ഷ്യത്തോടെ ഏകദിന ശില്പശാല ഇരേമന്തുറ ഇടവകയിൽ വച്ച് സംഘടിപ്പിച്ചു. പാളയം ഫറോനയിൽ ഭിന്നശേഷി ദിനാചരണവും ക്രിസ്തുമസ് ആഘോഷവും നടന്നു. ഫറോന സാമൂഹ്യ ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ സ്റ്റാലിൻ ഫെർണാണ്ടസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി രൂപത ആരോഗ്യകാര്യ കമ്മീഷൻ കോർഡിനേറ്റർ സിസ്റ്റർ സ്വപ്ന ഉദ്ഘാടനം ചെയ്തു. പേട്ട ഫറോനയിൽ പ്രവാസി സംഗമവും ക്രിസ്തുമസ് ആഘോഷവും നടന്നു. തിരുവനന്തപുരം അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ സമിതി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സ്റ്റാലിൻ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഫറോന വികാരി ഫാദർ റോബിൻസൺ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പേട്ട ഫറോനയിൽ അൽമായ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ സമുദായ സംഗമം നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൈവരിക്കുമ്പോഴാണ് സമുദായ ശാക്തീകരണം യാഥാർത്ഥ്യമാകുന്നത്. അതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കുടുംബങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് ഫെറോന വികാരി ഫാദർ റോബിൻസൺ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.